ചുകൃതിപ്പാടത്ത് വികൃതിച്ചക്കന്റെ തകൃതി കല്യാണം. വെറ്റിലടക്ക വാരി തിന്നു 100 റൊട്ടില്ലേനും. പഠിക്കത്താളം പരിശമുട്ടും ചോറൊട്ടില്ലേനും. ഉക്കൈത മറവറ്റേ നേരം പോയ നേരത്തും കൊല ചെയ്യണം. നേരം പോയി ഉക്കൈത മറവറ്റേ. എന്താണ്? ഒരു മൂട് കരിക്കും തന്ന് കൊല ചെയ്യണേ. ഒരു മൂട് കരിക്കും തന്ന് കൊല ചെയ്യണേ. എന്താണ് കൂലി? രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയിടിപ്പിച്ചാൽ മൃഗങ്ങളെ പോലെ പണി ചെയ്യുന്ന മനുഷ്യനെ കൊല ചെയ്യുന്ന മനുഷ്യന് അവസാനം കിട്ടുന്ന കൂലി ഒരു തേങ്ങ അല്ലെങ്കിൽ ഒരു നെല്ല്. അതുകൊണ്ട് മനുഷ്യൻ ജീവിച്ചിരുന്ന ഈ ഒരു വ്യവസ്ഥിതി, ഈ സാമൂഹ്യ വ്യവസ്ഥിതിക്കെതിരെ പറയാൻ വാക്കുകളില്ലാത്തവർ തൻ്റെ ഭാഷ കൊണ്ട് പാട്ട് കെട്ടിപ്പാടും. ആ പാട്ടാണ് നാടൻ പാട്ട്. നോക്കൂ, വേറൊരു പാട്ടുണ്ട്. മനുഷ്യന്റെ പ്രശ്നം 2 തലയും കൂട്ടിമുട്ടാൻ പറ്റാത്ത ഒരു ജീവിതത്തെ കാണിക്കുന്ന പാട്ടാണ്. എല്ലാം തികഞ്ഞവരല്ല. അവന് ഞാൻ പറഞ്ഞു തരാം. ചുകൃതിപ്പാടത്ത് വികൃതിച്ചക്കന്റെ തകൃതി കല്യാണം. ചുകൃതിപ്പാടത്ത് വികൃതിച്ചക്കന്റെ തകൃതി കല്യാണം. വെറ്റിലടക്ക വാരി തിന്നു 100 റൊട്ടില്ലേനും. പഠിക്കത്താളം പരിശമുട്ടും ചോറൊട്ടില്ലേനും. കല്യാണ മഹിമയാണ്. തമ്പുരാൻ ചക്കന്റെ കല്യാണമാണ്. എല്ലാ മനുഷ്യരും, പാടത്ത് ജോലി ചെയ്യുന്ന മനുഷ്യരും ആർത്തിയോടെ ഒരു പിടി വറ്റു വാരി തിന്നാനുള്ള കൊതിയോടെ ചെല്ലാണ്. അപ്പൊ എന്താണ്? ചുകൃതിപ്പാടത്ത് വികൃതിച്ചക്കൻ. ഈ തമ്പുരാൻ ചക്കൻ എങ്ങനെയാണ് വികൃതിച്ചക്കനാവുന്നതെന്നൊക്കെ നമ്മൾ ചരിത്രപരമായി രാഷ്ട്രീയപരമായിട്ട് വിസ്തരിക്കേണ്ട ഒരു സംഗതിയാണ്. വികൃതിച്ചക്കനാവുന്നത് എങ്ങനെയാന്നൊക്കെ അതവിടെ നിൽക്കട്ടെ. ചുകൃതിപ്പാടത്ത് വികൃതിച്ചക്കന്റെ തകൃതിയായി കല്യാണം നടക്കുന്നുണ്ട്. വെറ്റിലടക്ക വാരി തിന്നുന്നതാണ്. ഈ വാരി തിന്നലൊരു കൊതിയ ആർത്തിയൊക്കെ ഉണ്ട്. അങ്ങനെ വാരി തിന്നു, വെറ്റിലടക്കയും വാരി തിന്നു. പക്ഷെ ഞങ്ങൾക്ക് 100 എവിടെ എന്നാ ചോദ്യം. 100 ഇല്ല. പിന്നെങ്ങനെ മുറുക്കുക? അത്യാവശ്യം മുറുക്കണമെങ്കിൽ, വായ ചോക്കണമെങ്കിൽ 100 നിർബന്ധമാണ്. വെറ്റിലടക്കയും മാത്രം പോരാ, 100 വേണം. ഞങ്ങൾക്ക് 100 എവിടെ ചോദിക്കാം. ജീവിതം അപൂർണമാണെന്ന് പറയാം. പഠിക്കത്താളം പരിശമുട്ടൊക്കെ ഉണ്ട്. നിന്റെ കല്യാണത്തിന് താളവും പരിശമുട്ട് കളികളും ഒക്കെ ഉണ്ട്. പക്ഷെ ചോറെവിടെയെന്നാണ്. ഞങ്ങൾക്ക് ചോറെവിടെ? ഇതാ ചോദ്യം. ഇങ്ങനെ അവരവരുടെ ജീവിതം അനുഭവിച്ച, ഇങ്ങനെ ജീവിതം കത്തി നിന്നുരുകിയ മനുഷ്യരുടെ പ്രതിഷേധത്തിന്റെ പാട്ടായി, കലകളായി ഇങ്ങനെ പാട്ടൊഴുകി വരികയാണ്. അപ്പോൾ പാട്ടുകളും കലകളും വെറുതെ ഒരു പൂൺ മുളയ്ക്കുന്ന ലാഘവത്തിൽ ഉണ്ടാകുന്നതല്ല. അത് സമൂഹത്തിന്റെ എന്താണ്, ഒരു പൂവിരിയുന്ന ലാഘവത്തിൽ ഇങ്ങനെ ഉണ്ടാകുന്നതല്ല. മറിച്ച് ജീവിതം ഉരുകി ഒലിച്ച് ഉണ്ടാകുന്നതാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആ കലകളിലും പാട്ടുകളിലും മനുഷ്യന്റെ ജീവിതം തുടിക്കുന്നുണ്ട്. ആ തുടിപ്പാണ് കലകൾ, ആ തുടിപ്പാണ് മനുഷ്യ ജീവിതം. അതുകൊണ്ടാണ് നമ്മൾ അതിനെ മാനവികമായത് എന്ന് പറയുന്നത്. ഇനി പോരാട്ടങ്ങളുടെ യുദ്ധങ്ങളുടെ നാടൻ പാട്ടുകളുണ്ട്. എല്ലാ ജാതി മനുഷ്യരെയും എല്ലാ പ്രായക്കാരെയും അഭിസംബോധന ചെയ്ത് നാടൻ പാട്ടുകളും കലകളും പോകും. നിങ്ങൾ ഈ നാടോടി കലകളുടെ നൃത്തരൂപം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി. അത് ഇന്നത്തെ ഗ്രൂപ്പ് ഡാൻസ് പോലെയല്ല. അത് വട്ടത്തിലായിരിക്കും. വട്ടത്തിൽ നിൽക്കും. വട്ടത്തിൽ നിൽക്കുന്നത് എന്തിനാ? വട്ടത്തിൽ നിൽക്കുന്നതിന് വലിയൊരു തത്വശാസ്ത്രം, വലിയൊരു ഫിലോസഫി, വലിയൊരു ജീവിത വീക്ഷണം പ്രവർത്തിക്കുന്നുണ്ട്. വട്ടത്തിൽ നിൽക്കുമ്പോൾ വട്ടത്തിൽ നിന്ന് കളിച്ചാൽ ആരാണ് നേതാവ് കണ്ടെത്താൻ കഴിയില്ല. ആരാണ് വലിയവൻ, ആരാണ് ചെറിയവൻ എന്നില്ല. വട്ടത്തിൽ നിൽക്കുമ്പോൾ എല്ലാവരും വലിയവരാണ്, അതല്ലെങ്കിൽ എല്ലാവരും ചെറിയവരാണ്.
വരിക്ക് നിൽക്കുമ്പോഴാണ് മുൻപിലുള്ള ഒരാളും പുറകിലുള്ള ഒരാളും ഉണ്ടാവുന്നത്. വട്ടത്തിൽ നിൽക്കുമ്പോൾ ഈ സ്ഥാനമാനങ്ങളെ വിച്ഛേദിക്കുന്ന റദ്ദ് ചെയ്യുന്ന ഒരു പരിപാടിയില്ല. വട്ടത്തിൽ നിൽക്കുമ്പോൾ ആരാണ് മുമ്പിൽ, ആരാണ് പുറകിൽ, ആർക്കാണ് ഒന്നാം സ്ഥാനം, ആർക്കാണ് അവസാനം എന്ന സ്ഥാനമാനങ്ങളുടെ ഒഴിവാക്കലാണ്. അതൊന്നും വെറുതെ സംഭവിക്കുന്നതല്ല. അതൊക്കെ ഇത് പറയേണ്ടത് ഈ നാടോടി കലകളുടെ, കാരണം മനുഷ്യരിൽ നിന്ന് കഠിനമായ ജീവിതാനുഭവങ്ങളിലൂടെ സൃഷ്ടിക്കപ്പെടുന്നതാണത്. അതുകൊണ്ട് ആരാണ് മുമ്പൻ, ആരാണ് ഏറ്റവും പുറകിൽ വരുന്നത് എന്നില്ല. അത് വൃത്തത്തിലാവുന്ന സമയത്ത് എല്ലാവരും അതിൻ്റെ പങ്കാളികളാകുന്നു. കാഴ്ചക്കാരെല്ലാം എല്ലാവരും പങ്കാളികളായി മാറും. അങ്ങനെ കല കലഹങ്ങളിൽ നിന്നുണ്ടാകുന്നു എന്ന് പറയും. കലഹങ്ങളിൽ നിന്നുണ്ടാവുക മാത്രമല്ല, എല്ലാ കലാപങ്ങളെയും കലഹങ്ങളെയും ഇല്ലാതെയാക്കുന്നതും കലകളാണ്.